ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കേരള സർക്കാർ ആരംഭിച്ച ചില പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ ആദ്യമായി സ്ത്രീകൾക്കു വേണ്ടി സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാർ, വിധവകൾ, വിവാഹമോചിതരായ വനിതകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി ശരണ്യ. വിധവകളുടെ പുനർവിവാഹത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മംഗല്യ. ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളിലൂടെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതി അതുല്യം പദ്ധതി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ദിലീപ്. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്ന പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ, ആരംഭിച്ചത് 2015 ഒക്ടോബർ 9. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ആരോഗ്യ കിരണം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ബാലമുകുളം. വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങി മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കുള്ള ധനസഹായം താലോലം പദ്ധതി, ആരംഭിച്ചത് 2010 ജനുവരി 1. അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി സനാഥ ബാല്യം. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതി എന്റെ മരം. കലാലയങ്ങൾ ഹരിതാഭമാക്കാൻ ആരംഭിച്ച പദ്ധതി നമ്മുടെ മരം. ഇനി മറ്റു ചില പദ്ധതികളിലൂടെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, മാനസിക രോഗമുള്ളവർ, കിടപ്പിലായവർ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കനിവ്. HIV ബാധിതരുടെ മക്കൾക്കുള്ള പ്രത്യേക കരുതൽ നടപടി സ്നേഹപൂർവം സ്പെഷ്യൽ. മൃതസഞ്ജീവനി പദ്ധതി മോഹൻലാൽ അംബാസിഡർ ആയിട്ടുള്ള സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണിത്. ശുഭയാത്ര പദ്ധതി, ഇതും മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് സോഫ്റ്റ്, സേവ് അവർ ഫെലോ ട്രാവലർ. സുഹൃതം പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്. വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മേക്ക് ഇൻ കേരള, സംരംഭകത്വവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കാൻ രൂപം കൊടുത്ത പദ്ധതി. ഇത് മൂന്നിന്റെയും ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സുഹൃതം പദ്ധതി, ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ്, മേക്ക് ഇൻ കേരള. ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2016 ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതി ഹലോ ഇംഗ്ലീഷ്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ അഴിമതി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എജ്യു വിജിൽ. ഓപ്പറേഷൻ സുലൈമാനി, കോഴിക്കോട് നഗരത്തിൽ വിശപ്പകറ്റാൻ ആരംഭിച്ച പദ്ധതി. ഓപ്പറേഷൻ കുബേര, ബ്ലേഡ് മാഫിയകളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള പദ്ധതി. ഓപ്പറേഷൻ അനന്ത, തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ പദ്ധതി. നവകേരള മിഷൻ 2016 നവംബർ 10 ആരംഭിച്ച പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ ഭാഗമായി 3 പദ്ധതികൾ നിലവിൽ വന്നു. ആർദ്രം, ലൈഫ് ആൻഡ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആർദ്രം ജനസൗഹൃദ ആശുപത്രികൾ വാർത്തെടുക്കുകയാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം. ലൈഫ് പദ്ധതി ഭവനരഹിതർക്ക് ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഹരിത കേരള, ലക്ഷ്യം പച്ചയിലൂടെ വൃത്തിയിലേക്ക്. കൊല്ലൂർ ഗ്രാമത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ KJ യേശുദാസ്. താങ്ക് യു.